അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ചു. മാപ്പിളമാരുടെ ദേശാഭിമാനത്തിന്റെ പാരമ്പര്യം ആരംഭിക്കുന്നത് കുഞ്ഞാലിമരക്കാരിൽ നിന്നാണ്. നൂറ്റാണ്ടുകളോളം പോർച്ചുഗീസുകാരോട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ കുഞ്ഞാലിമരക്കാരന്മാരെ അറിയില്ലേ എങ്ങക്കാർക്കും? അതാ അത് കേട്ടോ, മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അതാ കുഞ്ഞാലിമരക്കാർ വരുന്നു. കുഞ്ഞാലിമരക്കാർ, കുഞ്ഞാലിമരക്കാർ, കുഞ്ഞാലിമരക്കാർ. പോർച്ചുഗീസുകാർക്കെതിരായി പോരാടിയ കുറ്റത്തിന് ഇന്ന് വൈസ്രോയിയുടെ കോടതി കുഞ്ഞാലിമരക്കാരെ വിസ്തരിക്കാൻ പോവുകയാണ്. നിങ്ങളാണല്ലേ കുഞ്ഞാലിമരക്കാർ? അതെ, ഞമ്മളാണ് സാമൂതിരിന്റെ സേനാനി. ഇപ്പോഴും തനിക്ക് സാമൂതിരിയോട് ബഹുമാനവും കൂറുമാണല്ലേ? തീർച്ചയായും. സാമൂതിരി മഹാരാജാവിന് ഞമ്മളോടുള്ള സ്നേഹം ഞമ്മക്ക് മറക്കാനാവില്ല. ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് അർത്ഥം വരുന്ന കുഞ്ഞാലി എന്ന സ്ഥാനപ്പേർ ഞമ്മക്ക് നൽകിയത് അദ്ദേഹമാണ്. തിരുസദസ്സിൽ ഉന്നതർക്ക് നൽകുന്ന സ്ഥാനം ഞമ്മക്ക് നൽകിയ ആ മഹാമനസ്കൻ ഞമ്മളിപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഉണ്ടചോര് നന്ദി കാണിക്കുന്നതാണ് ഞമ്മളെ പാരമ്പര്യം. മിസ്റ്റർ കുഞ്ചാലി, പോർച്ചുഗീസ് സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങൾ നേതൃത്വം നൽകുന്നു, നാവികരെ അതിന് പ്രേരിപ്പിക്കുന്നു, കടൽ യുദ്ധം നടത്തുന്നു. You know what is the punishment of this? Death. മരണം. ഓർമ്മയിരിക്കട്ടെ. നമ്മളെ രാജ്യത്തിന്റെ സമ്പത്തും ധനവും കവർന്നെടുത്ത് അന്യനാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരാണ് കടൽ കൊള്ളക്കാർ. അവരെ തകർക്കുകയാണ് നമ്മളെ ധർമ്മം. സാമൂതിരിന്റെ രാജ്യം, അതായത് നമ്മളെ മാതൃരാജ്യം, അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളത് നിർവഹിക്കുക തന്നെ ചെയ്യും. അത് രാജ്യദ്രോഹമല്ല, രാജ്യസ്നേഹമാണ്. രാജ്യസ്നേഹം ഈമാന്റെ പകുതിയാണെന്നാണ് നമ്മളെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണമാണോ ശിക്ഷയെന്ന് അറിഞ്ഞിട്ടും നീ ഇനിയും സാമൂതിരിയോട് സ്നേഹം കാണിക്കുന്നുവോ? ഇല്ല, രാജ്യദ്രോഹിയാൻ ഞമ്മക്കാവൂല. നമ്മുടെ ശരീരത്തിൽ ജീവനിരിക്കുന്ന കാലത്തോളം നമ്മുടെ മാതൃരാജ്യത്തിനായി പോരാടുക തന്നെ ചെയ്യും. ലോക് മിസ്റ്റർ കുഞ്ചാലി, നിങ്ങളെ പോർച്ചുഗീസ് നാവികസേനയുടെ അധിപനാക്കാം. ഒറ്റ ആവശ്യമാണ്, നിങ്ങൾ പോർച്ചുഗീസുകാരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കണം. വേണ്ട, ഞമ്മക്ക് പോർച്ചുഗീസ് രാജ്യം മുഴുവൻ പതിച്ചേരാമെന്ന് പറഞ്ഞാൽ പോലും രാജ്യത്തിനെതിരായ ഒരു ചെറുവിരൽ പോലും അനക്കൂല. പിറന്നു വീണ മണ്ണാണ്. ഈ നാടിന് വേണ്ടി പൊരിഞ്ഞു മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ ത്യജിച്ചാൽ നിങ്ങളെ ലിസ്ബണിലെ മെത്രനായി വാഴിക്കാം. വേണ്ട, ഈ മാപ്പിളത്തൊപ്പി ധരിച്ചുകൊണ്ട് നമ്മൾ കൊലമരത്തിൽ കയറിക്കൊള്ളാം. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാരോട് പകവീട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അതാ ഗോവയിലെ വൈസ്രോയുടെ കൊട്ടാരത്തിന് മുമ്പിൽ കൊലമരം ഒരുങ്ങിക്കഴിഞ്ഞു. മിസ്റ്റർ കുഞ്ചാലി, എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം? എന്റെ കഴുത്തിൽ കെട്ടിയ ഉറുമാൽ നമ്മളെ തൂക്കിലേറ്റിയ ശേഷം വൃദ്ധയായ എന്റെ ഉമ്മാനേൽപ്പിച്ചാൽ നമ്മൾ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. കുഞ്ചാലി മരക്കാരെ തൂക്കിക്കൊന്ന ശേഷം ശിരത്ത് വെട്ടിയെടുത്ത് ഉപ്പുരട്ടി കണ്ണൂർ നഗരത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ നാം വിധിക്കും. ഇവന്റെ ശരീരം 4 ചീന്തിയിട്ട് 4 ദേശത്ത് കൊണ്ടുപോയി ശൂലത്തിന്മേൽ നാട്ടുക. ഇവന്റെ 40 അനുയായികളെയും വെട്ടി നുറുക്കുക. ഇറ്റ്സ് മൈ ഓർഡർ.